പ്രസാദ് ജിമ്മി ജെയിംസുമുണ്ട്. ജിമ്മി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ബംഗളൂരുവിൽ നിന്ന്? വിനിത, നമുക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റോയിയുടെ മരണത്തിന് ശേഷവും IT ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് തുടർന്നു എന്നാണ് മനസ്സിലാകുന്നത്. 5:15 സിജെ റോയ് വെടിയുതിർക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. 6:30 വരെ IT ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന തുടർന്നു. മറ്റൊന്ന്, റോയിയുടെ സഹോദരൻ്റെ ബാബുവിൻ്റെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. IT ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിനൊടുവിലാണ് സിജെ റോയ് ആത്മഹത്യ ചെയ്തതെന്നാണ് സഹോദരൻ പറയുന്നത്. IT അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദാണ് എൻ്റെ സഹോദരൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് റോയിയുടെ സഹോദരൻ ആരോപിക്കുന്നു. വളരെ വലിയ വാർത്ത. കഴിഞ്ഞ 3 ദിവസമായി പരിശോധന നടക്കുകയായിരുന്നു. ഡിസംബറിൽ പരിശോധന നടന്നു. അവരാവശ്യപ്പെട്ട രേഖകൾ മുഴുവൻ നൽകി. അതിനുശേഷം ഡിസംബറിൽ റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബംഗളൂരുവിലെ ഓഫീസിൽ 3 ദിവസമായി റെയ്ഡ് നടക്കുന്നു. രേഖകളെല്ലാം ഹാജരാക്കി. എന്നിട്ടും വളരെ വലിയ മാനസിക പീഡനം IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി. IT അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൻ്റെ പേരെടുത്തു പറഞ്ഞാണ് റോയിയുടെ കുടുംബം, റോയിയുടെ സഹോദരൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി IT ഉദ്യോഗസ്ഥരാണ്. IT അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദാണ് സിജെ റോയിയുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഇപ്പോൾ പറയുന്നത്. IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ മാനസിക പീഡനം ഉണ്ടായി എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, റോയ് മരിച്ചതിന് ശേഷം റോയിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷവും IT ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നു. ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ റെയ്ഡ് നടന്നു. 5:15 സിജെ റോയ് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത്. 6:30 വരെ IT ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നു. നമുക്ക് ലഭിക്കുന്ന, സ്ഥിരീകരിക്കാനാവുന്നില്ലെങ്കിലും ഏതാണ്ട് ഉറപ്പുള്ള വിവരം, റോയിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് IT ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നും കഴിഞ്ഞ 3 ദിവസമായി പല സമയത്തും വളരെ ഹാർഷായിട്ടുള്ള, വളരെ മോശം രീതിയിലുള്ള മാനസിക സമ്മർദ്ദം കൂട്ടുന്ന പെരുമാറ്റം IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുമാണ് റോയിയുടെ സഹോദരൻ ബാബു ഇപ്പോൾ പറയുന്നത്. വിവിധ മാധ്യമങ്ങളോട് ഇപ്പോൾ ബാബു സംസാരിച്ചു. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖൻ്റെ മേലാണ് ഇങ്ങനെ ഒരു വലിയ ദുര്യോഗം വന്നുപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ പറയുന്നത് ഈ മരണത്തിന് ഉത്തരവാദി IT ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം കൊണ്ടുകൂടിയാണെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു IT റെയ്ഡ് നടക്കുമ്പോൾ ഒരു മാനസിക സമ്മർദ്ദം കൂട്ടി അവസാനം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു എന്നാണ് റോയിയുടെ കുടുംബം ആരോപിക്കുന്നത്. വിനിത.